ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ എന്ന് പറയുന്നത് ആയിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 30 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. 1977 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ആക്റ്റീവായി ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതും. അന്ന് വളരെ എനിക്ക് വോട്ട് പോലുമില്ല, പക്ഷെ വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ, യുവാവ് എന്ന അർത്ഥത്തിൽ അന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും 77 തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണം നടത്തുന്നതും അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു വികാരം എന്ന അർത്ഥത്തിൽ. അന്ന് ദയനീയമായി തോറ്റു. അന്നെന്ന് മാത്രമല്ല, ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ തോറ്റിട്ടുണ്ട്. 1957 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. 59 ഭരണം പോയി, വിയോജന സമരത്തിൻ്റെ. പിന്നെ 67 വരെ ഭരണത്തിൽ വന്നില്ല. 67 ഭരണത്തിൽ വന്നു. 69 ഭരണം അന്ന് CPI-യും RSP ഒക്കെ വിട്ടുപോയി. കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നു. പിന്നെ 11 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കോട് രാഷ്ട്രീയം പറഞ്ഞ് മുമ്പോട്ട് പോയ ചരിത്രമാണുള്ളത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായി ഒരു വെല്ലുവിളിയും ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടില്ല. ഇലക്ഷൻ ജയിക്കും തോൽക്കും. പണ്ടൊരിക്കൽ EMS പറഞ്ഞതുപോലെ കെട്ടിവെച്ച കാശ് കിട്ടിയാൽ ജയിച്ചു എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 87 പിന്നെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. പക്ഷെ അതിന് ശേഷമുള്ള കാലം പാർട്ടിയിലും സമൂഹത്തിലും, പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയടക്കമുള്ള പ്രശ്നങ്ങൾ വന്നതോടുകൂടി പാർട്ടിയുടെ നിലപാടിൽ വലിയ മാറ്റം വന്നു. ഒന്ന്, നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താനുള്ള പാർട്ടിയാണ് എന്നാണ് CPM അതിൻ്റെ പാർട്ടി പരിപാടിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോൽക്കും, നമ്മൾ മുമ്പോട്ട് പോകും. ഈ ധൈര്യം അന്ന് പാർട്ടിക്കുണ്ടായിരുന്നു. അന്ന് പാർട്ടിക്ക് ആശയപരമായ ദൃഢതയുണ്ടായിരുന്നു. ആശയം കൊണ്ട് കെട്ടിപ്പടുത്ത ജനങ്ങളെ ഒരാൾക്ക് മേൽ മറ്റൊരാളെ കെട്ടിപ്പടുത്തത് ആശയം കൊണ്ടാണ്. ആശയമായിരുന്നു പശ. പക്ഷെ പിന്നീട് നാം കാണുന്നത് ഈ ആശയത്തിൽ ദൗർബല്യങ്ങൾ വരുന്നു, വെള്ളം ചേർക്കലുകൾ വരുന്നു. അത് ഇല്ലാതായി ഒരു ഘട്ടമെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് രാഷ്ട്രീയത്തിലെ ഏക പണി എന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേത് പാർട്ടിയെയും പോലെ എത്തുന്നു എന്നതാണ്. അങ്ങനെ എത്തുമ്പോൾ ഒന്നാമത്തെ നഷ്ടം വരുന്നത് രാഷ്ട്രീയമാണ്. നമ്മൾ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താനുള്ള അന്തിമമായി ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകേണ്ട രാഷ്ട്രീയ കക്ഷിയാണ് എന്ന കടമ, ആ വിശ്വാസം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. കാരണം സോഷ്യലിസ്റ്റ് സമൂഹം ഇല്ലാതായി, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് സമൂഹങ്ങളൊക്കെ ഇല്ലാതായി. ഇനിയിപ്പോൾ നമ്മൾ മാത്രമായിട്ട് എങ്ങനെ പറ്റുക? അത് നടക്കില്ല. അതുകൊണ്ട് ഇനി നമുക്കൊരു വിപ്ലവ പ്രതീക്ഷയൊന്നും വേണ്ട, ഇനിയുള്ളത് തൽക്കാലം ഭരണപ്രതീക്ഷ മതി എന്നതിലേക്ക് എത്തി. അപ്പോൾ ഭരണ കക്ഷിയായി മാറി. അങ്ങനെ വരുമ്പോഴും ശക്തമായ പ്രതിപക്ഷമായി നിന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നൊരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടെൻഷൻ അടിച്ചിരുന്നില്ല. ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഭരണം പോകും എന്ന് പറഞ്ഞാൽ പോകും, ഞങ്ങൾ പ്രതിപക്ഷമായിരിക്കും, അടുത്ത തവണ ഭരണത്തിൽ വരും എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷമായി ആ ധാരണയിലും ഇളക്കം വന്നു. ഭരണം പോയാൽ പിന്നെന്ത് സംഭവിക്കും എന്ന ചോദ്യം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വന്നു. ഭരണത്തിൻ്റെ പശ കൊണ്ട്, അഴിമതിയുടെ പശ കൊണ്ട് സ്ഥാനങ്ങൾ കൊടുത്ത്, വെൽഫെയർ മെഷേഴ്സ് കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്തുക എന്നത്, ഭൂപരിഷ്കരണം നടത്തി ഭൂമി കൊടുക്കുക എന്നുള്ളതല്ല, ആ അവകാശങ്ങൾ കൊടുത്ത് ജനങ്ങളെ നിർത്തുക എന്നുള്ളതല്ല, മറിച്ച് സൗജന്യങ്ങൾ കൊടുക്കുക എന്ന ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ അതേ ലൈനിലേക്ക് പോയി. ഞങ്ങൾ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ വീട് കൊടുത്തു, ഞങ്ങൾ റോഡുണ്ടാക്കി, ഞങ്ങൾ വികസനം നടത്തി എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു മാറ്റം വന്നു. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ കാണുക, ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു അരാഷ്ട്രീയ രൂപമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്താ രാഷ്ട്രീയ രൂപം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. നേതാവിനെ മുന്നിൽ നിർത്തി, ഒരുപക്ഷെ VS അച്യുതാനന്ദനൊക്കെ ഒരു സമര നേതാവ് എന്നുള്ള എനിക്ക് വരാം, പക്ഷെ ഞങ്ങളുടെ ഭരണാധികാരിയാണ് ഏറ്റവും ശരിയായ ഭരണാധികാരി, ഞങ്ങൾ മാത്രമാണ് ഭരിക്കാനുള്ളത് എന്ന അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇപ്പോൾ 77 തോറ്റപ്പോഴും അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും ഒരാളും അന്നത്തെ നേതൃത്വത്തെ, EMS അടക്കമുള്ള നേതൃത്വത്തെ പാർട്ടി പഴി പറഞ്ഞിട്ടില്ല. കാരണം EMSനെയോ AKGയെയോ അല്ലെങ്കിൽ നായനാരെയോ ഇലക്ഷൻ തോൽക്കുമ്പോഴും നമ്മളാരും പഴി പറഞ്ഞിട്ടില്ല. കാരണം എന്താ? നേതാവല്ല, പാർട്ടിയാണ് വലുത്. പക്ഷെ അതിൽ നിന്ന് നേതാവാണ് പ്രധാനം, പാർട്ടിയല്ല എന്നതിലേക്ക് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ചോദിച്ച് ഫ്ലക്സ് രാജ്യം മുഴുവൻ വെച്ച് ജനങ്ങളെ
ഞാൻ എന്താ ജനങ്ങൾക്ക് സൗജന്യം ചെയ്യുന്ന ആളാണ്, ഞങ്ങളാണ് വീട് വെച്ച് കൊടുക്കുന്നത്, ഞങ്ങളാണ് റോഡ് ഉണ്ടാക്കുന്നത്, ഞങ്ങളാണ് പെൻഷൻ തരുന്നത് എന്ന അർത്ഥത്തിലല്ലാതെ ഞങ്ങളാണ് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്ന ആളുകൾ എന്നത് പൂർണ്ണമായി ഇല്ലാതെ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്നത് പിണറായി വിജയനാണ്. പാർട്ടിയുടെ അകത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങൾ ഇപ്പം തന്നെ ഉയർന്നു തുടങ്ങി കുറച്ച്. എന്താ കാര്യം? മുമ്പ് അങ്ങനെയില്ല. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴും EMS-നെതിരെയോ അല്ലെങ്കിൽ AKGക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടി എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. പാർട്ടി ഒരാളല്ല. ഇവിടെ ഇപ്പോൾ പാർട്ടി ഒരാളാണ്. അതൊന്ന്. രണ്ടാമത്, വികസനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ഒരു കാലത്തും, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറയൽ നിർത്തിയിരിക്കുന്നു. മൂന്നാമത്, വർഗീയം കൂടുതലായി ഉപയോഗിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ തട്ടിപ്പുകൾ പരിപാടികൾ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി വന്നാൽ മുസ്ലിം ലീഗ് വരും. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പോലും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നം എന്താ? ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള 3 രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, ഞാനല്ലാതെ മറ്റാരുണ്ട്, പ്രതിപക്ഷമാകെ തർക്കമാണ് എന്ന മുദ്രാവാക്യവും, വികസനമാണ് പ്രധാനം എന്ന മുദ്രാവാക്യവും, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയും വലിയ തോതിൽ ഗുണം കിട്ടാൻ പോകുന്നത് ഇന്ത്യ ഭരിക്കുന്ന മോഡിക്കാണ്. മോഡി തന്നെയല്ലേ പറയണേ? പ്രതിപക്ഷത്താരുള്ള 6 പ്രധാനമന്ത്രിയുണ്ട്, 10 പ്രധാനമന്ത്രിയുണ്ട്. കേരളത്തിൽ പറയുന്ന പോലെ 4 മുഖ്യമന്ത്രിമാർ വരും എന്നൊക്കെ കളിയാക്കുന്ന പോലെ മോഡിയുടെ രാഷ്ട്രീയ ലൈനാണത്. അതുപോലെ തന്നെ വികസനം ഞങ്ങളെ കൊണ്ടുവരിക. ഒരു കാലത്തും മോഡിയുടെ BJP-യുമായി നിങ്ങൾക്ക് വികസനത്തിൽ തർക്കിക്കാനേ പറ്റില്ല. കാരണം അവരുടെ വികസനം വേറെയാണ്. വലിയ പാലങ്ങൾ ഉണ്ടാക്കുക, വലിയ റോഡ് ഉണ്ടാക്കുക, എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കുക, ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുക, വലിയ നിലയങ്ങൾ ഉണ്ടാക്കുക, മതിയല്ലോ. അതല്ലല്ലോ വികസനം. എന്നിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ സൗജന്യം ഇട്ട് കൊടുക്കുക, ഇതല്ല വികസനം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. വികസനത്തിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു. അതുപോലെ ഇസ്ലാമോഫോബിയയും. ഇത് 3ഉം വളരെ പെട്ടെന്ന് BJP-ക്ക് അഡാപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിന് പരുവപ്പെടുത്തി സ്വന്തം പാർട്ടിയെ മാറ്റി. ഇവിടെയാണ് പാർട്ടിയുടെ ഭാവിയെ പറ്റിയുള്ള പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇല്ലാതാവില്ല. എങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സമൂഹത്തിൽ മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ വിപ്ലവത്തിന് വഴിയൊരുക്കാനുള്ള സാമൂഹ്യമായി വളർച്ച ഉണ്ടാക്കാനുള്ള ഒരു പാർട്ടിയായി പോകണം. ഇപ്പോൾ നോക്കൂ, ശബരിമല പോലെയുള്ള വലിയ നവോത്ഥാനം പറഞ്ഞ വിഷയത്തിൽ പോലും പാർട്ടി എവിടേക്ക് പോയിപ്പോൾ? പാർട്ടി എല്ലാം പോയില്ലേ? വിശ്വാസ സംരക്ഷണത്തിൻ്റെ പാർട്ടിയായി, ആചാര സംരക്ഷണത്തിൻ്റെ പാർട്ടിയായി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ പറ്റുമോ? ആചാര സംരക്ഷണം ചെയ്യണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ നല്ലത് കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ അല്ലേ? അങ്ങനെയല്ലേ ആൾ കരുതുക. കോൺഗ്രസ്സിന് വടക്കേ ഇന്ത്യയിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താ? അവർ മൃദു ഹിന്ദുത്വ ലൈൻ സ്വീകരിച്ചു. അവസാനമൊന്നും മൃദു ഹിന്ദുത്വം വേണോ ഖര ഹിന്ദുത്വം വേണോ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ ഖര ഹിന്ദുത്വം മതി എന്ന് പറഞ്ഞു. കോൺഗ്രസ് തോറ്റുപോയി. ഇവിടെ അങ്ങനെ വരിക. അപ്പം ഇനിയുള്ള പ്രശ്നം എന്താ? ഭാവിയുടെ വരുമ്പോൾ ഇപ്പോൾ ഒരു തരത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ട തങ്ങളുടെ അണികളെ നാളെ BJP ഒറ്റയടിക്ക് കൊണ്ടുപോയാൽ CPM തകർന്നില്ലാതാവും. അതല്ലാതെ മറ്റൊരു മതേതര രാഷ്ട്രീയത്തിലേക്ക്, ഒരു സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഇടതുപക്ഷ ചിന്തയിലേക്ക് വരണം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ പാർലമെന്ററി ജനാധിപത്യം എന്ന വാക്കാണ് ഇടതുപക്ഷം. അവർ പ്രതിപക്ഷമാണ്. EMS പറഞ്ഞതുപോലെ ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ആ ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ വരികയും സമരവിരുദ്ധരാവുകയും സമൂഹത്തിൽ ഇനിയൊരു മാറ്റവും ഉണ്ടായിക്കൂടാ എന്ന് തീരുമാനിക്കുന്നവരായി സ്റ്റാറ്റസ് കോയിസ്റ്റുകളായി നിന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരും. അതാണ് ബംഗാളിലുണ്ടായത്. ബംഗാളിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റ് കിട്ടുമോ 2 സീറ്റ് കിട്ടുമോ എന്നുള്ള തർക്കമല്ലേ ഉള്ളൂ. അവിടെ BJP-യുടെ ഓൺ സ്ലോട്ടിനെ തടയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഒരു സാധ്യതയുമില്ല എന്ന് ബംഗാളിലെ ജനങ്ങൾക്കറിയാലോ, ഇന്ത്യൻ ജനതയ്ക്ക് അറിയാലോ. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ BJP-യുടെ വർഗീയ അജണ്ടയ്ക്കെതിരായി കൃത്യമായി നിലപാടെടുക്കണം. അവരുടെ രാഷ്ട്രീയം അവർ കൃത്യമായി പറയണം. ജനപക്ഷ രാഷ്ട്രീയം പറയണം. ജനകീയ സമരങ്ങളുമായി ബന്ധപ്പെടണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വികസനമല്ല വരുന്നത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. കഴിഞ്ഞ കുറേ കാലമായി കരയിൽ സമരമായാലും ആശാസമരമായാലും അതുപോലെയുള്ള സമരങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പെമ്പിളി ഒരുമയായാലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന, ജനങ്ങളെ അറിയുന്ന ഒരു സംഗതി വരണം. അങ്ങനെ വന്നൊരു സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ഭരണവും വികസനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ തകർന്നു പോകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ബംഗാളിലെ സ്ഥിതി കേരളത്തിലും വരും.